നമസ്കാരം. വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ലൈക്ക് ചെയ്യുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 2024 കറണ്ട് അഫെയർ സീരീസാണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റിലേക്ക് പോകാം. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ്? കാമ്യ കാർത്തികേയനാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി എന്ന രീതിയിൽ ഒരാളെ പഠിച്ചായിരുന്നു. ആരാണ്? കാമി റീത്ത ഷെർപ്പയാണ്. കാമി റീത്ത ഷെർപ്പ. ഇവിടെ എങ്ങനെയാണ്? എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി പർപ്പസ് ഗ്രീൻ ഹൈഡ്രജൻ പ്രോജക്റ്റ് നിലവിൽ വരുന്ന എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി പർപ്പസ് ഗ്രീൻ ഹൈഡ്രജൻ പ്രോജക്റ്റ് ഹിമാചൽ പ്രദേശിലെ ചക്രിയിലുള്ള നാത്പ ചക്രി ജലവൈദ്യുത നിലയത്തിൽ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി പർപ്പസ് ഗ്രീൻ ഹൈഡ്രജൻ പ്രോജക്റ്റ് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ഹിമാചൽ പ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി പർപ്പസ് ഗ്രീൻ ഹൈഡ്രജൻ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഉദ്ഘാടനം ചെയ്തത് ചക്രിയിലുള്ള നദിപ ചക്രി ജലവൈദ്യുത നിലയത്തിലാണ് കേട്ടോ. ഹിമാചൽ പ്രദേശിലെ ചക്രിയിലുള്ള നദ്പ ചക്രി ജലവൈദ്യുത നിലയത്തിലാണ്. പാർലമെൻറ്റിൻ്റെ സുരക്ഷാ ചുമതല ഡൽഹി പോലീസിൽ നിന്ന് ഏറ്റെടുത്ത അർദ്ധസൈനിക വിഭാഗമാണ് CISF. പാർലമെൻറ്റിൻ്റെ സുരക്ഷാ ചുമതല ഡൽഹി പോലീസിൽ നിന്ന് ഏറ്റെടുത്ത അർദ്ധസൈനിക വിഭാഗം ഏതാണ്? CISF ആണ്. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം ഏതാണ്? പൂനെയാണ്. പൂനെ. ഏത് നഗരത്തിലാണ് ആദ്യമായിട്ട് ഭരണഘടനാ പാർക്ക് നിലവിൽ വന്നത്? പൂനെയിലാണ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിതയാണ് ജ്യോതി രാത്രെ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത ആരാണ്? ജ്യോതി രാത്രയാണ്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആരാണെന്ന്. ആരായിരുന്നു? കാമി റീത്ത ഷെർപ്പയായിരുന്നു. കാമി റീത്ത ഷെർപ്പ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച എന്തൊക്കെയാണ് എവറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്? എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയൻ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത ജ്യോതി രാത്രെ. ഓക്കെ ആണല്ലോ. മധ്യപ്രദേശ് സ്വദേശിനിയാണ് ജ്യോതി രാത്രെ എന്ന് പറയുന്നത്. ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരിയാണ് ഗോപി ചന്ദ് തോട്ടക്കുറ. ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരിയാണ് ആര്? ഗോപി ചന്ദ് തോട്ടക്കുറ. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് ഗോപി ചന്ദ് തോട്ടക്കുറ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന നേതാക്കളിൽ 3ാം സ്ഥാനത്തേക്ക് എത്തിയത് ആരാണ്? നരേന്ദ്രമോദിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന നേതാക്കളിൽ 3ാം സ്ഥാനം ആർക്കാണ്? നരേന്ദ്രമോദി. 1ാം സ്ഥാനം ജവഹർലാൽ നെഹ്റു, 2ാം സ്ഥാനം ഇന്ദിരാഗാന്ധി. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. അപ്പോൾ എന്തൊക്കെ പോയിന്റുകൾ പറഞ്ഞു? എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയൻ, പ്രായം കൂടിയ ഇന്ത്യക്കാരി ജ്യോതി രാത്രെ, ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി പർപ്പസ് ഗ്രീൻ ഹൈഡ്രജൻ പ്രോജക്റ്റ് ഹിമാചൽ പ്രദേശിലെ ചക്രിയിലുള്ള നദ്പ ചക്രി ജലവൈദ്യുത നിലയത്തിൽ ഉദ്ഘാടനം ചെയ്തു. പാർലമെൻറ്റിൻ്റെ സുരക്ഷാ ചുമതല ഡൽഹി പോലീസിൽ നിന്ന് CISF ഏറ്റെടുത്തു. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് പൂനെയിൽ നിലവിൽ വന്നു. ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി ഗോപി ചന്ദ് തോട്ടക്കുറ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന നേതാക്കൾ 3ാം സ്ഥാനത്ത് നരേന്ദ്രമോദി. ഓക്കെ. അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ സംവിധാനം ഉദ്ഘാടനം ചെയ്ത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ വാരാണസിയിലാണ്. ഓക്കെ. ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ സംവിധാനം ഉത്തർപ്രദേശിലെ വാരണാസിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ച രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ച രാജ്യം ഇന്ത്യ. സ്ത്രീകൾക്ക് സുരക്ഷിത യാത്രയൊരുക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ് മേരി സഹേലി. സ്ത്രീകൾക്ക് സുരക്ഷിത യാത്രയൊരുക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ് ഏത്? മേരി സഹേലി. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞേ? ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ സംവിധാനം ഉത്തർപ്രദേശിലെ വാരണാസിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ച രാജ്യമാണ് ഇന്ത്യ. സ്ത്രീകൾക്ക് സുരക്ഷിത യാത്രയൊരുക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ് മേരി സഹേലി. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ ആദ്യ ജില്ല ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ലയാണ് ഏത്? പാലക്കാട്.
2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം ഏതാണ്? വടകരയാണ് കേട്ടോ, വടകര. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമാണ് വടകര. ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി, അവിടെ വോട്ട് ചെയ്യാൻ വന്നവർക്കെല്ലാം വട കൊടുത്തു എന്ന് ആലോചിച്ചു. അതുകൊണ്ട് ഒരുപാട് പേര് വോട്ട് ചെയ്യാൻ വന്നു. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നു എന്ന് ആലോചിക്കുക, വടകര കേട്ടോ, വടകര. ഏറ്റവും കുറവ് പോളിംഗ് പത്തനംതിട്ടയിലായിരുന്നു. ഓക്കെ, ഏറ്റവും കുറവ് പോളിംഗ് എവിടെയായിരുന്നു? പത്തനംതിട്ട. 2024 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ്. 2024 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? റഫീഖ് അഹമ്മദിനാണ്. സത്യജിത് റോയി ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത് റോയി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മ. സത്യജിത് റോയി ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത് റോയി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പ്രഭാവർമ്മ. സത്യജിത് റോയി ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റോയി പുരസ്കാരത്തിന് അർഹയായ പ്രമുഖ നടി ആരാണെന്ന് വെച്ചാൽ അത് ഷീലയാണ്. ഷീല. ഓക്കെ, നമ്മൾ മലയാള നടിയായിട്ടുള്ള ഷീലയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ എന്താ വ്യത്യാസം? സാഹിത്യ പുരസ്കാരമാണെങ്കിൽ സത്യജിത് റോയി സാഹിത്യ പുരസ്കാരമാണെങ്കിൽ പ്രഭാവർമ്മയ്ക്കാണ്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൊടുത്ത പുരസ്കാരങ്ങൾ ലഭിച്ചത് ആർക്കാണ്? ഷീലയ്ക്കാണ്. ഓക്കെ, 2024 ONV സാഹിത്യ പുരസ്കാരം നേടിയത് പ്രതിഭ റോയിയാണ്. 2024 ONV സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? പ്രതിഭ റോയിയാണ്. 2024 ONV സാഹിത്യ പുരസ്കാരം പ്രതിഭ റോയി. സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? നേർവഴി. സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നേർവഴി. അപ്പം നേർവഴി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലഹരി ഉപയോഗം തടയുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. എന്തൊക്കെ പോയിന്റുകളാണ് പറഞ്ഞത്? കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ലയാണ് പാലക്കാട്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമാണ് വടകര. കുറവ് പോളിംഗ് പത്തനംതിട്ട. 2024 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിന്. സത്യജിത് റോയി ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത് റോയി സാഹിത്യ പുരസ്കാരം നേടിയത് പ്രഭാവർമ്മ. ഫിലിം മേഖലയിലെ പുരസ്കാരം ലഭിച്ചത് നടി ഷീലയ്ക്കാണ്. 2024 ONV സാഹിത്യ പുരസ്കാരം നേടിയത് പ്രതിഭ റോയിയാണ്. സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നേർവഴി. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായി ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ച തുറമുഖമാണ് വിഴിഞ്ഞം പോർട്ട്. വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് ഏതെന്ന് പറയുന്നത്? വിഴിഞ്ഞം തുറമുഖം. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. ഇതിന് അംഗീകാരം നൽകിയതാരാണ്? ഷിപ്പിംഗ് മന്ത്രാലയമാണ്. ഓക്കെ. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സീറോ വേസ്റ്റ് ടു ലാൻഡ്ഫിൽ അംഗീകാരം ലഭിച്ചു. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സീറോ വേസ്റ്റ് ടു ലാൻഡ്ഫിൽ അംഗീകാരം ലഭിച്ചു. ഇന്ത്യയിൽ ഈ അംഗീകാരം നേടുന്ന ആദ്യത്തെ വിമാനത്താവളമാണ് തിരുവനന്തപുരം. ഇന്ത്യയിൽ തന്നെ ഈ അംഗീകാരം നേടുന്ന ആദ്യത്തെ വിമാനത്താവളമാണ് ഏത്? തിരുവനന്തപുരം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ഏത് അംഗീകാരമാണ് ലഭിച്ചത്? സീറോ വേസ്റ്റ് ടു ലാൻഡ്ഫിൽ അംഗീകാരമാണ് ലഭിച്ചത്. അപ്പോൾ എന്തൊക്കെ പോയിന്റാണ് പറഞ്ഞത്? ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായിട്ട് അനുമതി ലഭിച്ച തുറമുഖമാണ് വിഴിഞ്ഞം പോർട്ട്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സീറോ വേസ്റ്റ് ടു ലാൻഡ്ഫിൽ അംഗീകാരം ലഭിച്ചു. പോയിന്റുകൾ ഞാൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. നന്ദി.